അല്ല, എനിക്കെന്താണ് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളൊന്നും പറയാനില്ലെന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടോ. കാരണം ഇന്നലെ അബുദാബി, ദുബായ് ഒക്കെ അങ്ങനെ ത്രെട്ടിൽ നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത്. അതായത് ഇനിയൊരു അടി ഇറാനിലെ ഏതെങ്കിലും അവരുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾക്ക്, അതായത് വെള്ളം, വൈദ്യുതി അല്ലെങ്കിൽ പാലങ്ങൾ, ടണലുകൾ, ഇതിലോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടി എങ്ങോട്ടായിരിക്കും? ഈ പറഞ്ഞ അബുദാബിയിലോട്ടും ദുബായിലോട്ടും ഫുജേറയിലോട്ടും ആയിരിക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. ആ പറഞ്ഞത് മാത്രമേ സത്യത്തിൽ അമേരിക്കയ്ക്ക് ഓർമ്മയുള്ളൂ. ഈ അമേരിക്ക ഉണ്ടല്ലോ, എന്താണ് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഇന്നലെ ഒരു അടി പോലും ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ അമേരിക്കയ്ക്ക് അടിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഇന്നും ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞ 3 ദിവസമായിട്ട് അമേരിക്ക എന്താ ചെയ്യുന്നത്? ഇറാൻ്റെ പാലങ്ങൾ പൊളിക്കുന്നു, ഇറാൻ്റെ വാട്ടർ ഫെസിലിറ്റീസ് പൊളിക്കുന്നു, ഇറാൻ്റെ റോഡുകൾ പൊളിക്കുന്നു. ഇന്നലെ രാത്രി ഒരു പൊളിയില്ല. ഇറാനിൽ റോഡുകൾ ഇല്ലായിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ഇറാനിൽ പാലങ്ങൾ ബാക്കിയില്ലായിട്ടല്ല. ഇറാനിലെല്ലാം ബാക്കിയുണ്ട്. പക്ഷേ ഇറാൻ ഈ പറഞ്ഞ ഒരു സ്ഥലങ്ങളിലോട്ടും അമേരിക്ക ഇന്നലെ അടിച്ചില്ല. കാരണം വ്യക്തമായിരുന്നു ഇറാൻ്റെ ആ ഒരു മുന്നറിയിപ്പ്. അതായത് നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു പാലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്ഥലത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ UAE കംപ്ലീറ്റ് കത്തും എന്നായിരുന്നു ഇറാൻ്റെ ആ ഒരു പ്രസ്താവന. ഇന്നലെ രാത്രി ഒരു പ്രശ്നവുമില്ല. ഇറാൻ്റെ ആസ് യൂഷ്വൽ നോർമൽ നമ്മൾ കാണുന്ന സൈനിക ഫെസിലിറ്റിയിലോട്ട് അവരടിച്ചു. തിരിച്ച് ഇറാൻ ഈ പറഞ്ഞ ജോർദാൻ തീർത്തു. അമേരിക്കൻ പട്ടാളക്കാരെ വകവെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരുവിധം ജോർദാനും കുവൈറ്റും ബഹ്റൈനും ഒക്കെ അടിച്ചു. ബഹ്റൈനിക്ക് തോന്നുന്ന അടി കുറവാന്ന് തോന്നുന്നുണ്ട്. കുവൈറ്റിലോട്ടാണ് ഇന്ന് വീണ്ടും അവരുടെ വാട്ടർ ഫെസിലിറ്റിയിലൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇറാൻ്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ഇറാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നിന്ന് മുള്ളും അല്ലെങ്കിൽ അമേരിക്ക നിന്ന് തൂറും എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണ ഇന്നലെ ഒരൊറ്റ രാത്രിയിലെ ഇറാൻ്റെ ഒരൊറ്റ വർത്താനം എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അബ്ബാസ് അറാച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു കേട്ടോ. അതിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അതിൽ പുള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് യുദ്ധം തുടങ്ങി മൂന്നാമത്തെ ദിവസത്തിൽ ഞങ്ങളുടെ നിയറസ്റ്റ് കൺട്രി, അതായത് ഏതോ ഒരു അറബിക് കൺട്രി, അവരുടെ മിനിസ്റ്റർ, അതായത് ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാച്ചിയെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു സ്ഥലത്തോട്ട് ഇന്ന് രാത്രി ഞങ്ങൾ അടിക്കും. അതായത് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ ഇന്ന് രാത്രി അടിക്കും, ഞങ്ങൾ ബോംബ് ചെയ്യും. ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ പിന്നെ തിരിച്ചടിക്കാൻ പാടില്ല. അതോടുകൂടി ഞങ്ങൾ നിർത്തും. അതോടുകൂടി നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കരുത്, നമുക്ക് അങ്ങനെ തീർക്കാമല്ലോ എന്ന് ചോദിച്ച സമയത്ത് അബ്ബാസ് അറാച്ചി പറഞ്ഞു, ഞങ്ങളുടെ എവിടെയെങ്കിലും ഒരു അടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണ യുദ്ധത്തിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളായി മാറി, ഞങ്ങളെ അടിച്ചിരിക്കും എന്ന് അബ്ബാസ് അറാച്ചിയുടെ മറുപടി ഉണ്ട്. അതായത് ഈ പറയുന്നതുണ്ടല്ലോ, ഈ അറബിക് രാജ്യങ്ങളിൽ ഷെയ്ഖുമാരെ അവിടെ കൊണ്ട് ഷെയ്ക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ട്രംപിൻ്റെ ഷെയ്ഖാണ് അവിടെ കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് അങ്ങോട്ട് തുപ്പിക്കൊടുക്കും, അത് നക്കി അതുപോലെ പോയിട്ട് ഇറാനോട് പറഞ്ഞു. അത്രേ നടന്നിട്ടുള്ളൂ. അത് പറഞ്ഞത് മാത്രമേ ഈ പറഞ്ഞ ഷെയ്ഖിന് ഓർമ്മയുള്ളൂ, പിന്നെ തിരിച്ചൊന്നും ഓർമ്മയില്ല എന്നാണ് അബ്ബാസ് അറാച്ചിയുടെ ഈ ഒറ്റ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതുമാത്രമല്ല, അബ്ബാസ് അറാച്ചി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു യുദ്ധം നടക്കും എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇറാനും അല്ലെങ്കിൽ ഇറാനിലോട്ട് ഇസ്രായേലും അമേരിക്ക അടിക്കും. ഈവൻ ഞങ്ങളുടെ പരമോന്നത നേതാവ് മരണപ്പെട്ടാൽ പോലും, കാരണം ആദ്യം അവർ എയിം ചെയ്യുന്നത് അതാണ് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതായത് മരണപ്പെട്ടാൽ പോലും എങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം, അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ, പ്ലാനിങ് ഞങ്ങൾ കുറേ കാലം മുമ്പ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഞങ്ങളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു പ്ലാനുകളും ഇല്ല. മുൻ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാനുകൾ ഓരോന്നായിട്ട് ഞങ്ങൾ നടപ്പാക്കുന്നു എന്നാണ് അബ്ബാസ് അറാച്ചി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലും ഒരു വ്യക്തത കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇന്ന് പെട്ടെന്ന് ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല അമേരിക്കൻ ഈ ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ അമേരിക്കൻ ഈ റീഫ്യൂലിംഗ് വിമാനങ്ങളൊക്കെ നിർത്തിവെച്ച സ്ഥലത്തു നിന്നൊക്കെ ഈ വിമാനങ്ങളൊക്കെ എടുത്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എന്താണ് പെട്ടെന്നുള്ളൊരു ചേഞ്ച് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം സംഭവം വളരെ ഈസിയാണ്. അതായത് ഇത്രയും ദിവസം അമേരിക്കനെയും ലോകരാജ്യങ്ങളെയും ഈ പറഞ്ഞ ഇറാനെയും ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളെയും മൊത്തം അടുപ്പിച്ചിട്ട് അവിടെ സുഖമായിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരു ചുണ്ടലിയുണ്ട്. അതായത് നെതന്യാഹു എന്ന് പറഞ്ഞിട്ടുള്ള ചുണ്ടലിയും കൂട്ടരും മിണ്ടാണ്ട് സൈഡിൽ മാറിയിരിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് ചെറുതായിട്ട് 1-2 മിസൈൽ ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ മേലെക്കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ചെക്കന്മാർ പേടിച്ചിട്ടുണ്ട്. അതോടുകൂടി അമേരിക്കയും പേടിച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ദിവസം അറബ് രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇറാൻ്റെ ഫോക്കസ്. ഇനി അത് ഇസ്രായേലിലോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അതായത് US എയർക്രാഫ്റ്റ് ഇവാക്യുവേറ്റിംഗ് ഫ്രം ഇസ്രായേലി റാമോൺ എയർപോർട്ട് ഹിബ്രു മീഡിയയിൽ വന്നിട്ടുള്ളതാണ്. വരാനുള്ള കാരണം ഇന്ന് ഈ ഇറാൻ അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇറാൻ്റെ കുറച്ച് മിസൈലുകൾ അബ എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഒമാനിലല്ല ജോർദാനിലുള്ള. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ആ പോകുന്ന വഴിയിലൊക്കെ ഈ ഇസ്രായേലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ ബോർഡർ ഏരിയകളാണിത്. അപ്പോൾ ചില മിസൈലുകൾ അല്ലെങ്കിൽ ചില ഡ്രോണുകളൊക്കെ മാറി തെറ്റി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇസ്രായേൽ വീണിട്ടുണ്ട്. ആ വീണതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനം, അല്ലെങ്കിൽ അമേരിക്ക ഓൾറെഡി ഞങ്ങൾ മുൻകരുതൽ എടുക്കുകയാണ്, ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ്. ഇറാൻ എങ്ങാനും കയറി അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ജോർദാനിലുള്ള അക്ബ എയർപോർട്ടിലോട്ടുള്ള ഈ ഒരു ആക്രമണം ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കും,
ഞങ്ങൾ കണ്ണടച്ച് തിരിച്ചടിക്കുന്നൊക്കെ പറഞ്ഞത്. കണ്ണടച്ച് തിരിച്ചടിച്ചാലും ഇല്ലാണ്ട് തിരിച്ചടിച്ചാലും ഓൾറെഡി അമേരിക്കയുടെ ബേസുകളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറാൻ ബാക്കി വെച്ചിട്ടുള്ള മിസൈലുകൾ മിക്കവാറും അത് ഇസ്രായേലിലോട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കണ്ണടയ്ക്കുന്നു വേണ്ട, എന്താ പറയുക, ഇറാൻ വേണ്ട പോലെ നിങ്ങൾക്ക് തന്നിരിക്കും എന്നാണ് ഇതിൻ്റെ ഒരു, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇസ്രായേലിൻ്റെ എയിലറ്റിലോട്ടാണ് ഈ പറഞ്ഞ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എക്സ്പ്ലോഷൻ സേഡ് ഇൻ ഇസ്രായേലി എയിലറ്റിലോട്ടാണ് ഈ ഒരു ബോർഡർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോർദാനുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു സിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസാണിത്. അപ്പം ജോർദാനിലോട്ട് ഈ പറഞ്ഞ അക്ബയിലോട്ടൊക്കെ മിസൈലുകൾ പോകുമ്പോഴും അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ വികാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിലെ ഈ എയിലറ്റിലോട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അവിടേക്ക് അവരുടെ അന്തർവാഹിനികളും സബ്മറൈൻസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതായത് ഒരു വലിയ യുദ്ധത്തിലോട്ട് ഇത് പോവുകയാണ്. രാത്രി മിക്കവാറും പരസ്പരം ഇസ്രായേൽ ഇറാൻ എന്നുള്ള രീതിയിലോട്ടുള്ള അടികൾ വരും എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ ഇപ്പം ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റു ചില വീഡിയോസ് വരുന്നുണ്ട്. അതായത് ജോർദാനിലെ US ബേസിലോട്ട് ഇന്നലെ 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്, കുറേ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരുപാട് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഹെലികോപ്റ്ററുകളും അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഹാങ്ങേഴ്സൊക്കെ ഇറാൻ്റെ സ്പെസിഫൈഡ് ആയിട്ട്, അത് കറക്റ്റ് ഓൺ ദ സ്പോട്ട്, അപ്പുറത്തുനിന്നല്ല, അതിൻ്റെ മേലെ പോയി വീണിട്ടുള്ള ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വളരെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഒരു അമേരിക്കൻ സൈനികൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ചില വീഡിയോസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിൽ വളരെ കറക്റ്റാണ് ഇറാൻ്റെ ഡ്രോണുകൾ വന്നിട്ട് അമേരിക്കൻ ബേസുകളിലോട്ട് ഏത് രീതിയിലാണ് ഇടിച്ചു കയറുന്നത് എന്നുള്ളതും ആളുകൾ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ള ആ ഒരു സംശയങ്ങൾ തീർത്തുകൊണ്ടുള്ള ചില വീഡിയോസൊക്കെ ഇപ്പം ഔട്ടായിട്ടുണ്ട്, അതൊക്കെ വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് മറ്റ് വീഡിയോസിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാറുണ്ട്, അതായത് കമൻറ്റിൽ പിൻ ചെയ്യാറുണ്ട്. ഇതിൻ്റെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഓപ്പൺ ഇമേജസ് അതിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അതൊക്കെ കണ്ടുകൊള്ളുക. അത് മാത്രമല്ല, ഇന്ന് ഫോക്സ് ന്യൂസുമായിട്ട് നെതന്യാഹുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്ന് രാത്രി. ഇപ്പോൾ ഈ സമയത്ത് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം സെക്യൂരിറ്റി ത്രെട്ട് ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇൻ്റർവ്യൂ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇത്രയും ദിവസം ഇവരെ തമ്മിൽ അടുപ്പിച്ച് മാറി നിന്ന ഇസ്രായേലും കൂടെ യുദ്ധത്തിലോട്ട് വരുന്ന പോലെ, അല്ലെങ്കിൽ യുദ്ധത്തിലോട്ട് വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളൊരു ഉറപ്പിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഒരു പൂർണ്ണ യുദ്ധത്തിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. പ്രവാസികളൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരുന്നോളാം. ഈ ഇസ്രായേൽ അടിച്ചാലും വേണ്ടില്ല, അമേരിക്ക ഇറാൻ്റെ ഫെസിലിറ്റിയിലോട്ട് അടിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബേസിക് തിങ്സിലോട്ട് അടിച്ചാൽ തിരിച്ച് കിട്ടാൻ പോകുന്നത് പ്രവാസികൾക്ക് തന്നെ ആയിരിക്കും. അതായത് ഈ രാജ്യങ്ങളിലോട്ട് തന്നെ ആയിരിക്കും. UAE-യും ഖത്തറും സൗദിയൊക്കെ മാറി വല്ലാണ്ട് അടി കിട്ടാണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നവരാണെങ്കിൽ തിരിച്ച് കിട്ടും. അതുകൊണ്ട് കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ നിന്നോളാം. ആർക്കും മരണമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് തന്നെ എല്ലാവരുടെയും ആഗ്രഹവും ഒരു സമാധാനം തന്നെ എല്ലാവർക്കും വേണ്ടത്. പക്ഷേ ഇതങ്ങനെയല്ല കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചകളോ ഒരു തരത്തിലുള്ള സമവായങ്ങളോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇല്ല. ഒരു രാജ്യങ്ങളും അതിന് മുതിരാൻ പറ്റാത്ത രീതിയിലാണ് അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും കാട്ടിക്കൂട്ടുന്നത്. അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ബൈ.